നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജീവാനന്ദം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ രംഗത്തിറങ്ങിയതിനു പിന്നിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരുന്ന സമയത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത ശതമാനം തുക സർക്കാർ പിടിക്കാൻ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ തടഞ്ഞുവെച്ചിരിക്കുന്ന DA പോലും നൽകാതെ ശമ്പളം കൂടി തടയുമെന്നത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നതിനാലാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനമന്ത്രി ബാലഗോപാലൻ പ്രഖ്യാപിച്ച പ്ലാൻ ബിയുമായി ധനം വകുപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആന്വിറ്റി ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവാനന്ദം. സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും ലൈഫ് ഇൻഷുറൻസ് കമ്പനി പോലുള്ളവയിൽ പോളിസി എടുത്തിട്ടുണ്ട്. ഈ പോളിസിയിലൂടെ ലഭിക്കുന്ന തുക കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ മറ്റ് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വായ്പയായി കമ്പനികൾ നിക്ഷേപിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് വേണ്ട സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പെൻഷൻ കമ്പനി പൂർണ്ണമായി സംസ്ഥാന സർക്കാരിന് കീഴിലാണ്. സർക്കാരിന് പണം ആവശ്യമുള്ളപ്പോൾ പെൻഷൻ ബോർഡിൽ നിന്നും ഖജനാവിലേക്ക് തുക മാറ്റാനും സാധിക്കും. ഇത് കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ വരികയുമില്ല. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ നിന്നും 500 കോടിയിലധികം രൂപ എല്ലാ വർഷവും പിരിച്ചെടുക്കാൻ സാധിക്കും. മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വേറെയും എടുക്കാൻ സാധിക്കും. സംസ്ഥാന സർക്കാർ മാത്രമാണ് ഇതിന് ഗ്യാരണ്ടി. സർക്കാർ സാമ്പത്തികമായി തകർന്നാൽ പദ്ധതിയും തകരും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതിനു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നുണ്ട്. അതിനു മുൻപ് സാമൂഹിക ക്ഷേമ സുരക്ഷാ പെൻഷനുകൾ ജീവാനന്ദം പദ്ധതിയിലെ തുക ഉപയോഗിച്ച് നൽകാനാണ് നീക്കം. ജീവനക്കാരെ കബളിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതും. ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമായതോടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പദ്ധതിയിൽ ചേർന്നാൽ മതി എന്ന കുതന്ത്രവുമായി സർക്കാർ പ്രഖ്യാപനം വരികയും ചെയ്തു. എന്നാൽ പദ്ധതിയെ പിന്താങ്ങിക്കൊണ്ട് ഇടത് യൂണിയനുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പദ്ധതി അംഗമാക്കും. ഇതോടെ ജീവനക്കാരുടെ വൻ പങ്കാളിത്തം പദ്ധതിക്ക് ലഭിച്ചെന്ന പ്രഖ്യാപനവും ധനവകുപ്പിൽ നിന്നുണ്ടാകുകയും ചെയ്യും. ഇപ്പോഴത്തെ 15 മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാർ നിലവിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 10% സർക്കാർ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. കൂടാതെ 3 ഇൻഷുറൻസ് പദ്ധതി ജീവനക്കാർക്കുണ്ട്. പുതിയ പദ്ധതി നടപ്പിലാക്കിയാൽ ജീവനക്കാർ സാമ്പത്തിക ദുരിതത്തിലാകുമെന്നും വായ്പകളുടെ തിരിച്ചടവുകൾ ഉൾപ്പെടെ മുടങ്ങുമെന്നും ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നു.